പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാനൊരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിയതാണ്, ആമസോണിൽ കുറച്ച് സമയം മുമ്പാണ് വന്നത്. അപ്പോൾ ഇതൊരു കോർഡ്ലെസ് മൈക്കാണിത്, അതായത് ബ്ലൂടൂത്ത് മൈക്ക്. നമ്മളൊക്കെ മൈക്കൊക്കെ ധാരാളം ഉപയോഗിക്കുന്നവരാണ്. കൂടുതൽ ആളുകളും ബോയ 1 മൈക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഒരുപാട് വയറൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് വയറില്ലാതെ വയർലെസ് മൈക്ക്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സൗണ്ട് ക്ലാരിറ്റിയോട് കൂടി നമ്മൾ എടുക്കുന്ന വീഡിയോയിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വോയിസ് വിടുമ്പോൾ, വാട്സപ്പിൽ വോയിസ് വിടുമ്പോൾ, അതുപോലെ വ്ളോഗ് ചെയ്യുന്നവർക്ക് ഒക്കെ, യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാനിത് വാങ്ങാൻ കാരണം, ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മൈക്കാണ്. ഇതും ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇത് വയർലെസ് ലവലിയർ മൈക്രോഫോൺ ഇത്. അപ്പോൾ ഇതിൽ എനിക്ക് അത്ര ഒരു ക്ലാരിറ്റി ഒന്നും തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൈക്ക് ഉപയോഗിച്ചാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു TV ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് ഉപയോഗിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇതും അതുമായിട്ട് വളരെ വ്യത്യാസം തോന്നി എനിക്ക്. അതായത് നമ്മൾ ഔട്ട്ഡോറിലൊക്കെ പിക്ചറൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അനാവശ്യ സൗണ്ടുകളൊക്കെ കയറി പിടിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഇതിനുണ്ട്. ഒരു ന്യൂനതയാണത്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു എക്സ്ട്രാ സൗണ്ടൊന്നും വന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല. വളരെ നന്നായിട്ട് തോന്നി. അപ്പോൾ ഏതായാലും ഇതൊന്ന് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാനിത് വാങ്ങി. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഈ ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് തുറന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ നമുക്ക് കാണാം. അതായത് ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റാണ് കമ്പനി, നമുക്ക് ആമസോൺ കമ്പനി തന്നിരിക്കുന്നത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഇത്. അപ്പോൾ ഞാൻ പുറത്തന്വേഷിച്ചപ്പോൾ അത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആമസോണിൽ നിന്നാണ് വാങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒന്ന് അപ്ലൈ ചെയ്തു. ഇതിൻ്റെ പേര് ജെനാറോ മൈക്രോഫോൺ, ബ്ലൂടൂത്ത് മൈക്രോഫോൺ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ നമ്മുടെ പാർസല് ഓപ്പൺ ചെയ്യാണ്. ആമസോണിൻ്റെ നല്ല ഭംഗിയായിട്ട് തന്നെ പാർസൽ ചെയ്ത് അയച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് കാണാം. ആദ്യം തന്നെ ഒരു ബില്ലാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ബില്ലാണിത്. അതൊന്ന് മാറ്റിയേക്കാം. ഇതാണ് പ്രൊഡക്റ്റിൻ്റെ പാർസല്. ഗ്രനാറോ കോർഡ്ലെസ് മൈക്രോഫോൺ. ഗ്രനാറോ, അടിപൊളി പേരാണ്. ബോക്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വാറണ്ടി കാർഡ് വെച്ചിട്ടുണ്ട്. നല്ലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് നമ്മുടെ ബോക്സ് വെച്ചിട്ടുള്ളത്. ഈ ബോക്സിനകത്താണ് മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ഭംഗിയായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട് ഉള്ളിൽ. ഇതാണ് റിസീവർ. ഇതിൻ്റെ റിസീവറാണിത്. ഇത് മൈക്ക് നല്ല ചെറിയ മൈക്കാണ്, കൂടുതൽ വലിപ്പമൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ ക്വാളിറ്റി കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഇതിന് ഈ ബോക്സിനകത്തൊരു മാഗ്നറ്റിക് പവറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഉള്ളിലേക്ക് വലിച്ച് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി ചാർജും ആവുന്നുണ്ട്. ചാർജിങ്ങും അതിൽ തന്നെയാണ് നടക്കുന്നത്. ആ ഇൻഡിക്കേറ്റർ, ഒരു റെഡ് കളർ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററാണത്. അപ്പോൾ ഇതിൽ വെച്ചാൽ മതിയാവും. നമ്മൾ പുറത്ത് വെച്ച് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ബോക്സ് ഇങ്ങനെ ഇത് രണ്ടും മൈക്ക് നമ്മൾ ഇതിനുള്ളിൽ വെച്ചതിന് ശേഷം
പവർ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അഡാപ്റ്റർ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈക്ക് ചാർജ് ആവും. നല്ലൊരു സിസ്റ്റം തന്നെയാണിത്. ഞാൻ ഉപയോഗിക്കുന്ന മറ്റ് വയർലെസ് ലവലിയർ മൈക്രോഫോണിൻ്റെ ഓരോ മൈക്ക് നമ്മൾ പുറത്ത് വെച്ച് ചാർജ് ചെയ്യണം. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ബോക്സിൽ ഇതിൽ കണക്ഷൻ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ കൂടി നമ്മളതിൻ്റെ ആവശ്യമില്ല. ഇതിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൈക്ക് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവും. നല്ലൊരു സിസ്റ്റം തന്നെയാണത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഈ മൈക്കാണ്. ഏകദേശം 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് അത്ര ഒരു സൗണ്ട് ക്ലാരിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും. അതും ഇതുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബോക്സിൽ വരുന്നത്. ഇപ്പോൾ ഈ മൈക്കാണ് ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു മൈക്കാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അത്ര ഒരു സുഖമായിട്ടുള്ള സൗണ്ട് അല്ല. പിന്നെ വാങ്ങിയതിൻ്റെ പേരിൽ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇതിൻ്റെ ഈ നമ്മളെ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്യാൻ നല്ല സ്ട്രോങ് ഉള്ള ഒരു ക്ലിപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയും തോന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ മൈക്രോഫോണും അതുപോലെ തന്നെ ഇതിൻ്റെ റിസീവറും ഒക്കെ വെക്കാനുള്ള ബോക്സ്. നമുക്കിത് യാത്രയൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും എളുപ്പമാണ്. ചെറിയൊരു ഈ ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൻസിൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് അനായാസം കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ്ങും നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു എളുപ്പമൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്വാളിറ്റിയും നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് ഇനി എന്തൊക്കെയാണുള്ളത് നോക്കാം. ഒരു ചെറിയൊരു ബോക്സ് ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാറ്റലോഗാണിത്. ഇതിൻ്റെ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ചാർജ് ചെയ്യുന്ന രീതി, എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കാറ്റലോഗാണിത്. അപ്പോൾ അത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചെറിയ ബോക്സിൽ എന്താണുള്ളത് നോക്കാം. ചാർജിങ്ങിൻ്റെ കേബിൾ ഉണ്ട്. 2 കണക്ഷൻ കൊടുക്കുന്ന ജാക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. സാധാരണ പിന്നുള്ള അഡാപ്റ്ററൊക്കെ ആണെങ്കിൽ ഇതിൽ കൊടുത്തിട്ട് എക്സ്ട്രാ മുകളിൽ നമുക്ക് സാധാരണ പിന്ന് കൊടുത്താലും ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ പിന്നുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പിന്നെ ഈ വയറൊന്ന് നോക്കാം. നമുക്ക് ഈ കേബിൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡബിൾ കേബിളാണ്. ഒരു ടൈമിൽ നമുക്ക് 2 റിസീവറും പുറത്ത് വെച്ച് ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സാധാരണ അഡാപ്റ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസീവർ ചാർജ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ഇതിൻ്റെ ബോക്സിലുള്ള ചാർജ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ചാർജ് ചെയ്യാം. അതിനു വേണ്ടിയാണ് ഒരേ ടൈമിൽ 2ഉം ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുണ്ട്. ഇത് വാങ്ങുമ്പോൾ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മൈക്കും റിസീവറും മാത്രമാണ് കിട്ടിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ വിലയിൽ തന്നെ നമുക്ക് വളരെ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും പ്രോഡക്റ്റ് ക്വാളിറ്റിയൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതുമായിട്ടുള്ള വ്യത്യാസം നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രനാറോ മൈക്ക് ഉപയോഗിച്ചാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തു പോയി ഡിസ്റ്റൻസ് നോക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും സമയം റെക്കോർഡ് ചെയ്തിരുന്നത് ലവലിയർ മൈക്രോഫോൺ വെച്ചായിരുന്നു. ഞാൻ ഉപയോഗിച്ചിരുന്ന പഴയ മൈക്രോഫോൺ വെച്ച്. അപ്പോൾ ഇതാണ് പുതിയ മൈക്രോഫോൺ. ഞാൻ വാങ്ങിയ ഗ്രനാറോ ഫോണാണിത്. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്.
വളരെ ചെറിയൊരു മൈക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നതൊന്നും വലിപ്പമൊന്നുമില്ല. എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതുകയാണ്. ഞാൻ ഇതുവരെ റെക്കോർഡ് ചെയ്ത ആ സൗണ്ടും ഇതുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുകയാണ്. അപ്പോൾ ഞാൻ ആ മൈക്ക് വാങ്ങിയപ്പോൾ ചെക്ക് ചെയ്തിരുന്നു. ഇവിടെ തന്നെ വെച്ചാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏകദേശം ആ മൈക്കിൽ എനിക്ക്, അതായത് പഴയ മൈക്കിൽ എനിക്ക് ഇത്രയും ദൂരം മാത്രമാണ് കിട്ടിയത്. എന്നെ കാണുന്നുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇത്രയും ദൂരം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഡിസ്റ്റൻസ്. അങ്ങോട്ട് പോകുന്തോറും കട്ടായിപ്പോയി. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദൂരെ പോയി, പരമാവധി ദൂരെ പോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്, കാരണം എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 20 മീറ്ററോളം ദൂരം ഞാൻ വന്നിട്ടുണ്ട്. 18-20 മീറ്ററോളം ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോയി നോക്കാം. പ്രിയമുള്ളവർ, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 2499 രൂപ മാത്രമാണ് ഇതിൽ ആമസോണിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ വിലയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇത് ഇത്രയും ദൂരം നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ മതിയാവും. അതിപ്പോൾ നമ്മൾ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അധികം ദൂരെ പോയാൽ നമ്മളെ പിക്ചർ വീഡിയോയിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന രീതിയിലൊക്കെ നമ്മൾ അത്രയും ദൂരമൊക്കെ പോകാറുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ സൗണ്ട് ഇത്രയും ദൂരം ഞാൻ പോയിട്ട് സൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ചെറിയ വിലയിൽ നമുക്ക് അത്യാവശ്യം സൗണ്ട് ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ള നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചപ്പോൾ എനിക്കത് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ, ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നവർ, എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മൈക്കും എൻ്റെ ലവലിയർ മൈക്കും ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.